നമസ്കാരം. ഉസ്ബെക്കിസ്ഥാനിൽ സാദറുൽ അനം എന്ന ജിഹാദിയുടെ കൈകളാൽ കൊല്ലപ്പെട്ട സാവരിയ ബസന്ത് എന്ന പെൺകുട്ടിയുടെ വിവരങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി തത്വമയി ന്യൂസ് പ്രേക്ഷകരോട് പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള വിശകലനങ്ങളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസിൻ്റെ ഉള്ളുകള്ളികളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് മതം മാറുവാൻ ഈ ജിഹാദി ആ പെൺകുട്ടിയുടെ പിന്നാലെ നടന്ന ആ പെൺകുട്ടിയെ പ്രേരിപ്പിക്കുകയും അതിന് വിസമ്മതിച്ച ആ പെൺകുട്ടിയെ ജിഹാദി മതഭ്രാന്ത് മൂത്ത് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ തല മുതൽ നഖം വരെ ചതച്ച് ക്രൂരമായാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും വിവരങ്ങൾ പ്രേക്ഷകർക്ക് അറിയാം. പ്രേക്ഷകരുമായി തത്വമയി ന്യൂസ് തന്നെ പങ്കുവച്ചിട്ടുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള വിശകലനങ്ങളും ചർച്ചകളും പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഇതുവരെ കേട്ടതൊന്നുമല്ല, അല്ലെങ്കിൽ ഇതുവരെ കേട്ടത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നത്. എന്താണ് ഈ പുതിയ വിവരങ്ങളെന്ന് ചോദിച്ചാൽ, ഈ വിവരങ്ങൾ പ്രേക്ഷകരോട് മറ്റ് മാധ്യമങ്ങളൊന്നും ഇതുവരെ പങ്കുവച്ചിട്ടില്ല. അതുകൊണ്ട് വേണമെങ്കിൽ പ്രേക്ഷകർക്ക് ഇതിനെ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന് വിളിക്കാം. പക്ഷേ ഇതൊരു വാർത്തയ്ക്കപ്പുറം വളരെ ഞെട്ടിക്കുന്ന ഒരു സത്യമാണ് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക. കാരണം ഉസ്ബെക്കിസ്ഥാനിൽ ഈ സാദറുൽ അനം ഒറ്റപ്പെട്ട ഒരു ജിഹാദി അല്ല, അല്ലെങ്കിൽ അങ്ങനൊരു പ്രതിഭാസമല്ല. നിരവധി ജിഹാദികൾ ഉസ്ബെക്കിസ്ഥാനിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മലയാളി പെൺകുട്ടികളെ പ്രത്യേകിച്ച് ലക്ഷ്യമിട്ട്, മലയാളി പെൺകുട്ടികൾ അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്നുള്ള പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് മതപരിവർത്തനത്തിലേക്ക് അവരെ വലിച്ചിഴക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ വിഷയത്തെ, ഈ സാബരിയ ബസന്തിൻ്റെ കൊലപാതകത്തെ തുടർന്ന് കേന്ദ്ര ഏജൻസികൾ വളരെ ഗൗരവമായി തന്നെ കാണുകയും കേന്ദ്ര ഏജൻസികൾ ഇതിൻ്റെ അന്വേഷണത്തിലേക്ക് പൂർണ്ണമായി ഇറങ്ങുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ഓർക്കുക, മറ്റൊരു രാജ്യത്താണ് ഈ അന്വേഷണങ്ങളുടെ ഭൂരിഭാഗവും നടത്തേണ്ടത്, അല്ലെങ്കിൽ ഒരു ഒരു പശ്ചാത്തലമെന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ള ഒരു വിദേശ രാജ്യത്താണ്. ആ ഒരു ഘടകം ഇതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആ ഘടകം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മാത്രം ഈ അന്വേഷണത്തിന് മുൻപിലുള്ള പ്രതിബന്ധങ്ങൾ പലതാണ്. ആ പ്രതിബന്ധങ്ങൾ തരണം ചെയ്യുവാൻ വേണ്ടി ഒരുപക്ഷെ രഹസ്യമായ അന്വേഷണങ്ങൾ തന്നെ നടത്തേണ്ടി വന്നേക്കും കേന്ദ്ര ഏജൻസികൾക്ക്. അത്തരത്തിലുള്ള എന്ത് തീരുമാനമാണോ കേന്ദ്ര ഏജൻസികൾ കൈക്കൊള്ളുന്നത് ഈ അന്വേഷണ സംബന്ധിയായി, അതിനനുസരിച്ചായിരിക്കും ഈ പുറത്തു വരുന്ന ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ. അത് ഇപ്പോഴേ തത്വമയി ന്യൂസ് പ്രേക്ഷകരോട് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി ഉസ്ബെക്കിസ്ഥാനിലേക്ക് തിരിച്ചു ചെന്നാൽ, ആസൂത്രിതമായിട്ടുള്ളൊരു മതപരിവർത്തന ജിഹാദി സംഘം ഉസ്ബെക്കിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെക്കുറെ തീർച്ചയാണ്. ആരൊക്കെയാണ്, കേരളത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ്, ഈരാറ്റുപേട്ടയിൽ നിന്നാണോ, മലപ്പുറത്ത് നിന്നാണോ, അതോ ഇനി പാകിസ്ഥാനിൽ പോയി പ്രത്യേകം പരിശീലനം നേടിയ പെരുമ്പാവൂരുകാരനാണോ, ഇപ്പോൾ അഹമ്മദാബാദ് സ്ഫോടന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജിഹാദി ഇരട്ടകളെപ്പോലെ ഷാദുലി, ഷിബിലി തുടങ്ങിയ അത്തരത്തിലുള്ള ഏതെങ്കിലും ജന്മങ്ങളാണോ എന്നുള്ളതെല്ലാം ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയുവാൻ സാധിക്കും. അവരെയൊക്കെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരുവാൻ എല്ലാ ശ്രമങ്ങളും കേന്ദ്ര ഏജൻസികൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ സംഘത്തിൻ്റെ ഒരു പ്രവർത്തന രീതി കൃത്യമായിട്ട് എന്താണെന്നുള്ളത് അന്വേഷണ ഏജൻസികൾ ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. പക്ഷേ സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. അവയിൽ ചിലതിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ലണ്ടനിലൊക്കെ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനി ഗ്രൂമിംഗ് ഗ്യാങ് പോലുള്ള ജിഹാദി സംഘങ്ങളെക്കുറിച്ച് തത്വമയി ന്യൂസ് തന്നെ പ്രേക്ഷകരുമായി പലതവണ വാർത്തകളും വിശകലനങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാകിസ്ഥാനി ഗ്രൂമിംഗ് ഗ്യാങ്ങിൻ്റെ കാര്യം, അല്ലെങ്കിൽ ജിഹാദികളുടെ കാര്യം പറഞ്ഞപ്പോൾ, ഈ സദറുൽ അനം എന്ന ജിഹാദി പ്രവർത്തിച്ച രീതിയിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ അതിനോട് ഏറെ സമാനതകളുള്ള രീതിയിലായിരുന്നു അവരുടെയും പ്രവർത്തനങ്ങൾ. അവരുടെ ഈ ഇരകളെ അവർ കൈകാര്യം ചെയ്തിരുന്ന രീതി, അതാണ് ഞാൻ പറയുന്നത്. ഇരകളെ അവർ വേട്ടയാടിയിരുന്നത് അല്ലെങ്കിൽ കുടുക്കിലാക്കിയിരുന്നത് വളരെ ആസൂത്രിതമായി തന്നെയായിരുന്നു. അത്തരത്തിലുള്ള ഏതെങ്കിലും ആസൂത്രിത സ്വഭാവം ഈ സാവരിയ ബസന്തിനെ പോലുള്ള പെൺകുട്ടികളെ ലക്ഷ്യം വെച്ച് അവരെ കുടുക്കിലാക്കി, അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുവാൻ, അവരുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന ഏതെങ്കിലും ഒരു കെണിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ളൊരു പദ്ധതികൾ സാദറുൽ അനവും അയാളുടെ പിന്നിൽ ആരൊക്കെയുണ്ടോ, ഇപ്പോൾ ഒരു സംഘം തന്നെ ഉണ്ടെന്നുള്ളത് ഏതാണ്ട് തീർച്ചയാണ്. അവരെല്ലാം ചേർന്ന് തയ്യാറാക്കിയിരുന്നു. അതെങ്ങനെയാണ് നടപ്പാക്കിയത്, ഇതെല്ലാം വരും ദിവസങ്ങളിൽ അറിയേണ്ട കാര്യമാണ്. പാകിസ്ഥാനി ഗ്രൂമിംഗ് ഗ്യാങ്ങിൻ്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഉസ്ബെക്കിസ്ഥാനിലെ ഈ സംഭവങ്ങളെ, ഇനി പുറത്തു വരാനുള്ള വിവരങ്ങളെ നാം ഒന്ന് വിശകലനം ചെയ്യുന്നത്. പാകിസ്ഥാനി ഗ്രൂമിംഗ് ഗ്യാങ്ങിൻ്റെ ഒരു പ്രവർത്തന രീതി, ഹൈസ്കൂളുകളിലും 13-14 വയസ്സുള്ള പെൺകുട്ടികളെ തന്നെ അവർ സ്കൂളുകൾ മുതൽ
ലക്ഷ്യം വെച്ച് തുടങ്ങിയിരുന്നു. കാറുകൾ കൊണ്ടുവന്ന് ഈ സ്കൂളുകളുടെ പ്രത്യേകം നേരത്തെ തന്നെ അടയാളപ്പെടുത്തിയ സ്കൂളുകളുടെ പുറത്ത് കാറുകൾ കാത്തു നിൽക്കുക, പെൺകുട്ടികളെ ആദ്യം കൃത്യമായി തന്നെ ലക്ഷ്യമിടുക, കണ്ടെത്തുക, ഒരു ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ അവരെ മാർക്ക് ചെയ്ത് അവരുടെ പിന്നാലെ കൂടി ഒന്നുകിൽ മയക്കുമരുന്നിന് അടിമയാക്കി, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ പ്രണയക്കുടുക്കിൽപ്പെടുത്തി. കൗമാരപ്രായത്തിലേക്ക് കടക്കുന്ന പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു പ്രലോഭനങ്ങളിൽ വീണു പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരെ വലയിലാക്കി മയക്കുമരുന്നിന് അടിമകളാക്കി മറ്റൊരു നഗരത്തിലേക്ക് ഒരു മനുഷ്യക്കടത്ത് പോലെ അടിമകളാക്കി, മനുഷ്യക്കടത്തെന്ന് പോലും അല്ല അവർ പറയുന്നത്, അവരുടെ വലം കൈ ഉടമപ്പെടുത്തിയ അടിമകൾ, അവർ തമ്മിൽ അടിമക്കച്ചവടമാകാം. അതിനുമപ്പുറം ആ പെൺകുട്ടികളെ അവർ കൈകാര്യം ചെയ്യുന്ന രീതികൾ ഇപ്പോൾ പുറത്തു വരുന്നത് അന്വേഷണ സംഘത്തിൽ നിന്ന് ബലമായി തീവ്ര വലതുപക്ഷം UK-യിൽ പിടിച്ചു വാങ്ങി പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ പലതും ഞെട്ടിക്കുന്നതാണ്. ഒരു ഉദാഹരണം മാത്രം പറയാം. കേട്ടാൽ എത്ര പേർക്കത് ഒരു മനസ്സിലൊരു വെറുപ്പ് തോന്നാതെ കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴേ യു ഹാവ് ബീൻ വാൺഡ്. കാരണം ഇതൊരു നിയമപരമായ മുന്നറിയിപ്പായി കരുതുക. ഒരു പെൺകുട്ടിയെ കുടുക്കി ആ പെൺകുട്ടിയെ ബലാത്സംഗത്തിനിരയാക്കിയതിനു ശേഷം സ്ഥിരമായൊരു അടിമ പോലെ കൈകാര്യം ചെയ്ത് അവളുടെ ജന്മനഗരത്തിൽ നിന്ന് കടത്തി മറ്റൊരു നഗരത്തിൽ കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച് യാതൊരു തരത്തിലും രക്ഷപ്പെടുവാൻ സാധിക്കില്ല എന്നൊരു ബോധം അവളിൽ ഉണ്ടാക്കിയതിനു ശേഷം പലപ്പോഴും ഈ ബലാത്സംഗം എന്ന പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. അതിനിടയിൽ തന്നെ അവളെ ആരാണോ ഉപദ്രവിക്കുന്നത് ആ ജിഹാദിയുടെ കാല് നക്കിക്കുവാൻ വരെ ഇവന്മാർ മുതിർന്നിരുന്നു പലപ്പോഴും. ഇപ്പോൾ അവിടുത്തെ റൂപ്പർട്ട് ലോയെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് ഈ ജിഹാദികൾ അവരുടെ ഒരു മനോഭാവം എന്നുള്ളത് ഈ പെൺകുട്ടികൾ, കാഫിറുകളായ ഈ പെൺകുട്ടികൾ അടിമകളാണ്. ഞങ്ങൾ, അതായത് ഈ ജിഹാദികൾ, മറ്റ് കാഫിറുകളെക്കാൾ, അതായത് മറ്റ് കാഫിറുകളല്ല, കാഫിറുകളെക്കാൾ ഉയർന്ന നിലയിൽ ഉള്ള മനുഷ്യരാണ്. അത്തരത്തിലൊരു മതബോധം ഇവരുടെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉസ്ബെക്കിസ്ഥാനിലേക്ക് തിരിച്ചു വന്നാൽ, സവരിയ ബസന്ത് എന്ന പെൺകുട്ടിയെ തല്ലിക്കൊല്ലുവാൻ മുതിർന്ന സാദുറുൽ അസ്അനം എന്ന ആ ജിഹാദിയുടെ മനസ്സിലും ഇതേ മനോഭാവം തന്നെയായിരിക്കണം. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന സംഘത്തിൻ്റെ മനസ്സിലും ഇതേ മനോഭാവം തന്നെയായിരിക്കണം. ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ, ഇത്തരം വിഷയങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ തത്വമീ ന്യൂസ് സ്ഥിരമായി അഭ്യർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ പെൺകുട്ടികളെ തിരിച്ചറിവോടുകൂടി വളർത്തുക, ധൈര്യശാലികളായി വളർത്തുക, ഇത്തരം ജിഹാദികളിൽ നിന്ന് അകറ്റി നിർത്തുക. പലപ്പോഴും നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ ഇത്തരം ജിഹാദികൾ പെരുമാറുന്ന ഒരു പ്രദേശത്തേക്ക്, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക്, ഒരു ഓഫീസിലേക്ക് ഒക്കെ നമ്മുടെ പെൺകുട്ടികളെ വിടാതിരിക്കുക എന്നുള്ളത് പ്രായോഗികമായ കാര്യങ്ങളല്ല. കാരണം ഇവന്മാർ എല്ലായിടത്തുമുണ്ട്. വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ അഭയാർത്ഥികളായി അഷ്ടിക്ക് വകയില്ലാതെ വന്നു കയറി അവിടെയുള്ള നല്ല ഭക്ഷണവും നാട്ടുകാരുടെ നല്ല മനസ്സും സ്വീകരിച്ച് ശരീരമൊന്ന് മെച്ചപ്പെടുമ്പോൾ തനി സ്വഭാവം പുറത്തെടുക്കുന്നവർ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ദൗർഭാഗ്യവശാൽ പാകിസ്ഥാൻ വാങ്ങിപ്പോയവരുടെ കൂടെ പോകാൻ സാധിക്കാത്തവരുടെ പിൻതലമുറക്കാർ നിരവധിയുണ്ട്. അത്തരക്കാരിൽ നിന്ന് പൂർണ്ണമായും നമ്മുടെ പെൺമക്കളെ അകറ്റി നിർത്തുക എന്നുള്ളത്, അതായത് അവർ പെരുമാറുന്ന മേഖലകളിൽ നമ്മുടെ പെൺകുട്ടികളെ അയക്കാതിരിക്കുക എന്നുള്ളത് പ്രായോഗികമായൊരു കാര്യമല്ല. പക്ഷേ അതിന് മുൻകരുതലുകൾ തീർച്ചയായും എടുക്കാം. പെൺകുട്ടികളെ ബോധവതികളായി വളർത്തുക, ഇത്തരം വിഷയങ്ങൾ അവരെ കാണിച്ചും അവരോട് സംസാരിച്ചും കൃത്യമായി സംസാരിക്കുക. സംസാരമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു സാധാരണ രീതിയുണ്ട്. കണ്ടോ, ഇതിലൊക്കെ പോയി ചാടിയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇതല്ല സംസാരം. ഇതിൻ്റെയുള്ള പ്രശ്നങ്ങൾ എന്താണ് കൃത്യമായി ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക. അവരുമൊപ്പം വീണ്ടും വീണ്ടും പറയുന്നു, അവരോടൊപ്പം സമയം ചിലവഴിക്കുക. സമൂഹത്തിൽ നടമാടുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അവരെ ബോധവതികളാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇൻസ്റ്റാഗ്രാമിൽ ഹിന്ദു പെൺകുട്ടിയെ ഇടിയിച്ച് 10,000 ലൈക്ക് വാങ്ങുന്നത് ജീവിതമല്ല, അതൊരു ചതിക്കെണിയാണ്. ഈ ജിഹാദി ഗ്യാങ്ങുകളുടെ ഭാഗം തന്നെയാണ് ആ ചതിക്കെണികൾ, അല്ലെങ്കിൽ അവരുടെ തന്ത്രങ്ങളുടെ ഭാഗമാണ് ആ ചതിക്കെണികൾ. അങ്ങനെ ഇവരിലുള്ള ഗുണാംശങ്ങൾ, ക്യാരക്ടറിൻ്റെ ഘടകങ്ങൾ, അവ ഏറ്റവും നല്ല ക്യാരക്ടറിൻ്റെ ഗുണാംശങ്ങളെ ആളിക്കത്തിച്ച് അവരെ ബോധവതികളും ശക്തരുമാക്കി വളർത്തുക. ഒപ്പം ഈ ശക്തി അല്ലെങ്കിൽ ധൈര്യം എന്നുള്ളത് അതും മണ്ടത്തരവും ഒരു വിഡ്ഢിത്തരവും തമ്മിൽ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു വര വളരെ നേർത്തതാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അവരെ നേരെ പോയി അവരോട് മതസംവാദം നടത്തി അവരെ തോൽപ്പിക്കുന്നത് ബുദ്ധിയല്ല. കഴിയുന്നത് ഇത്തരത്തിലുള്ള സംവാദങ്ങൾ പല രീതിയിൽ ഇവർ നമ്മുടെ പെൺകുട്ടികളെ
സമീപിക്കും. മതത്തിൻ്റെ പേരിൽ നീ ഗണപതിയുടെ ഭക്തയാണല്ലോ, ഗണപതിക്ക് എന്തിനാ തുമ്പിക്കൈ, വളരെ നിഷ്കളങ്കമായ ചോദ്യങ്ങളുമായിട്ടായിരിക്കും വരുന്നത്. എനിക്കത് സംസാരിക്കാൻ താല്പര്യം. ആദ്യം ചോദിക്കേണ്ടത് ഗണപതിയിൽ വിശ്വാസമുണ്ടോ, ഇല്ല, പിന്നെ അത് സംസാരിച്ചിട്ട് കാര്യമില്ല, സംസാരിക്കരുത്. അതിനവർക്ക് മടിയാണെങ്കിൽ പറയുക, വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിക്കരുത്, കോളേജല്ല, നമ്മൾ പഠിക്കാനല്ലേ വരുന്നു, അല്ലെങ്കിൽ സ്കൂളല്ലേ എന്നുള്ള രീതിയിലുള്ള മറുപടികൾ പറയുവാൻ അവരെ പഠിപ്പിക്കുക. അതിനും അപ്പുറത്തേക്ക് പറയും, അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കുന്നു, അതിലൊരു ലജ്ജ തോന്നാത്ത രീതിയിലും പറയുക. ഇതൊരു മറയായി ഉപയോഗിക്കുക. അതിൽ യാതൊരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല എന്നുള്ള ബോധ്യം അവരിൽ ഉണ്ടാക്കിയെടുക്കുക. അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുക. അത്തരത്തിലുള്ള മുൻകരുതലുകൾ മാത്രമേ നമുക്ക് ഇക്കാലത്ത് സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇന്നലെ ആർപിയുമായിട്ടുള്ളൊരു ചർച്ചയിൽ ആർപി പറഞ്ഞതുപോലെ ഈ ജമിയത്തുൽ ഉലമ ഹിന്ദ് പോലുള്ള സംഘടനകൾ ഇത്തരത്തിലുള്ള ജിഹാദികൾക്ക് അവർ എന്ത് വൃത്തികേട് മതത്തിൻ്റെ പേരിൽ കാണിച്ചാലും നിയമപരമായിട്ടുള്ള സഹായങ്ങൾ നൽകുവാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ജിഹാദികളുടെ ധൈര്യം വർദ്ധിക്കുകയുള്ളൂ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇവന്മാരെല്ലാം ഇവരെക്കാളും പേടിത്തൊണ്ടന്മാർ ലോകത്തില്ല. പക്ഷേ ഇവരൊരു സംഘമായി പ്രവർത്തിക്കുമ്പോൾ ഇവരെക്കാൾ അപകടകാരികളുമില്ല ലോകത്ത് വേറെ. അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ പെൺകുട്ടികളെ നാം സംരക്ഷിക്കുക, അവർ തന്നെ സംരക്ഷിക്കുവാൻ പര്യാപ്തരാക്കുക, ആയോധന കലകൾ പഠിപ്പിക്കുക. ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്ന് 10 പേരെ അടിച്ചിട്ടിട്ട് രക്ഷപ്പെടുവാനല്ല, സ്വയരക്ഷയ്ക്കായി എന്തെങ്കിലും തരത്തിൽ അക്രമിയെ ഒന്ന് വീഴ്ത്തിയിട്ട് ഓടി രക്ഷപ്പെടുവാനുള്ളൊരു പരിശീലനമെങ്കിലും നമ്മുടെ പെൺകുട്ടികൾക്കുണ്ടായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പൈതൃകത്തിൽ അഭിമാനം കൊള്ളുവാൻ അവരെ പഠിപ്പിക്കുക. അതിനാദ്യം വേണ്ടത് നമ്മുടെ പൈതൃകം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളതിൽ അഭിമാനിക്കുക. കള്ളക്കഥകളിൽ പെട്ട് ചന്ദനക്കുറി തൊടുന്നത് മോശമാണ്, അല്ലെങ്കിൽ ആളുകൾ കണ്ടാൽ എന്ത് വിചാരിക്കും, ഇതെല്ലാം മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞാൽ മാത്രമേ നമ്മുടെ പെൺകുട്ടികളെ നമുക്ക് സംരക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ വിഷയം ഇന്ന് കയ്യിലെടുത്തത് ഈ ഉസ്ബെക്കിസ്ഥാനിലെ വിവരം പ്രധാനമായി നിങ്ങളെ ഒന്ന് അറിയിക്കുവാൻ വേണ്ടിയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. വരും ദിവസങ്ങളിലെന്നല്ല, ഇപ്പോൾ തന്നെ വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അവയെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് ഇവരുടെ ഒരു പ്രവർത്തന രീതിയെങ്കിലും ഏറ്റവും ചുരുങ്ങിയതൊന്ന് മനസ്സിലാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ സാധ്യമാകുന്ന ആ നിമിഷം തത്വമയി ന്യൂസ് വീണ്ടും ഈ വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അതുവരെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇതുവരെ നാം ചർച്ച ചെയ്ത കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമൻറ്റുകളിലൂടെ അവ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ പെൺകുട്ടികളോ സഹോദരിമാരുമായി ഒക്കെ ഈ വീഡിയോ പങ്കുവയ്ക്കുക. അവരുടെ അഭിപ്രായങ്ങളും നിങ്ങൾ തേടുക, ഞങ്ങളെയും അറിയിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.